മണിമിഠായിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക്. തച്ചമ്പാറയുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ എത്ര കേട്ടാലും മതി വരില്ല അല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ തച്ചമ്പാറ ചരിത്രത്തെക്കുറിച്ച് അറിയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഉള്ളിലേക്ക് കടന്നു ചെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം തച്ചമ്പാറയുടെ ഹൃദയഭാഗങ്ങൾ അറിയുന്ന നമ്മളുടെ പുത്തൂർ ഗോപിയേട്ടനാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ പുത്തൂർ ഗോപിയേട്ടനെ മധുരമിഠായിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. തച്ചമ്പാറ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് തച്ചമ്പാറ. ഒരു 70-75 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് ചേർന്നവരാണ് എല്ലാ ജനവിഭാഗവും. ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെക്ക് ഭാഗത്തു നിന്നുള്ള കുടിയേറ്റ കർഷകർ ഈ തച്ചമ്പാറയെ ഒരു നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ അവരുടെ പ്രവർത്തനം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തച്ചമ്പാറ പഴയ കാലത്തെ എനിക്ക് ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള തച്ചമ്പാറ, റോഡുകളും തോടുകളും ഒന്നുമില്ലാത്ത, തോടുകളൊക്കെ ഉണ്ടാവും, എന്നാൽ റോഡുകളൊന്നും വളരെ നല്ല രീതിയിലല്ലാത്ത ഒരു സമയത്ത് എൻ്റെ ഓർമ്മയിൽ ഈ റോഡുകൾ, ഈ പാലക്കാട്ടേക്ക് പോകുന്ന റോഡുകളൊക്കെ വെറും മണ്ണ് റോഡുകളായി ആയിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമാണ്. എന്നാലും ഈ മണ്ണ് റോഡുകൾ മെറ്റൽ ചെയ്തിരുന്നില്ലേ? അപ്പോൾ ഇല്ലില്ല, ചില റോഡൊന്നും മെറ്റൽ ചെയ്തില്ല. നമ്മുടെ മെയിൻ റോഡ് NH ഇല്ല, വെറും മണ്ണ് റോഡായിരുന്നു. മണ്ണ് റോഡായിരുന്നു ആയിരുന്നു. അത് അത്രേ ഓർമ്മ അതുള്ളൂ. അതിന്റെ മുമ്പ് പിന്നെ കരിവണ്ടി ഉണ്ടായിരുന്നു, അത് നമുക്കറിയില്ല. കരിവണ്ടി അന്ന് പെട്രോളും ഡീസലിനും പകരം കരിവണ്ടിയായിരുന്നു. അത് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തച്ചമ്പാറ സംബന്ധിച്ചോളം തച്ചമ്പാറ നിലവിലെ ടൗൺ 2 സൈഡും വലിയ ഘോര വനങ്ങളായിരുന്നു. 65-70 വർഷങ്ങൾക്ക് മുമ്പ്. കൂടുതലില്ല. ഒരാൾ ഒറ്റയ്ക്ക് നടന്നു പോകാൻ പേടിച്ച ഒരവസ്ഥ ഈ തച്ചമ്പാറ പണ്ട് ഉണ്ടായിരുന്നു എന്ന് എൻ്റെ ഫാദറൊക്കെ കേട്ടിട്ടുണ്ട്. അതൊരു വിദൂരമൊന്നല്ല, ഒരു 10-75 വർഷം 80 വർഷം. അപ്പോഴും സ്വകാര്യ വ്യക്തികളുടെ കയ്യിലല്ലായിരുന്നു സ്ഥലമൊക്കെ? സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ, മുഴുവൻ സ്ഥലങ്ങളും സ്വകാര്യ വ്യക്തികളുടെ കയ്യിലല്ല. പ്ലാപ്പറ്റ തമ്പന്മാരുടെ കയ്യിലായിരുന്നു. അതിന്റെ കുടിയന്മാരായിട്ട് ഇവിടെ ആൾക്കാർ പ്രധാനമായും 2 തൊഴിലാണ്, കൃഷിയും അല്ലാതെ മറ്റ് തൊഴിലുകളൊന്നുമില്ല. ഇത്ര കച്ചവടക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. വ്യത്യസ്തമായ ഒരു ജീവിതം നയിച്ചു പോകുന്നവരായിരുന്നു എല്ലാവരും. ഈ കൃഷി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് നെൽകൃഷി മാത്രമല്ലേ? നെൽകൃഷി മാത്രം അല്ലേ? അതെ. അല്ലാത്തത് ഞാൻ പറഞ്ഞ നേരത്തെ വന്ന തെക്ക് ഭാഗത്ത് നിന്ന് വന്ന സ്റ്റേറ്റിൽ നിന്ന് വന്ന തെക്ക് ഭാഗത്ത് നിന്ന് വന്ന അവരുടെ പ്രവർത്തനം മൂലമാണ് ഈ സ്ഥലങ്ങളൊക്കെ തന്നെ ഡെവലപ്പായത്. അതുവരെ കാട് പിടിച്ച്, അതായത് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10-30 പട്ടി കൃഷി ഉണ്ടാവും. ആ കൃഷിയിലേക്ക് വേണ്ട വളത്തിന് ഉള്ള സ്ഥലം കാട് വെട്ടിയിട്ട് എടുക്കും, തോലായിട്ടും മറ്റേതായിട്ടും എടുത്ത് ഉപയോഗിച്ച് അത് വളമാകും. രാസവളങ്ങളൊന്നുമില്ല. അന്നത്തെ കൃഷിക്കാര് പ്രധാന ജന്മിമാരാണ്. ഈ പ്ലാപ്പറ്റ തമ്പന്മാരുടെ കൈവശമായിരുന്നു എടച്ചോല. അവര് പിന്നെ കുടിയന്മാരാണ്. പിന്നെ പിന്നെ വേറെയും കുളത്തൂർ വാര്യസും. അതെവിടെയായിരുന്നു? അത് അതിന്റെ സ്ഥലങ്ങളുണ്ട് അവിടെ ഉണ്ട്. ഇപ്പൊ ഈ ചെന്തുണ്ട് മറ്റേ പ്രദേശങ്ങളൊക്കെ അന്ന് ഈ കുളത്തൂർ വാര്യസത്തിന്റെ കീഴിലായിരുന്നു. പിന്നെ നായർ വീട്, മണ്ണാർക്കാട് നായർ വീടിൻ്റെ പരിധിയിൽ കുറച്ച് 2-3 ദേവസ്വങ്ങൾ അടങ്ങിയതായിരുന്നു ഈ തച്ചമ്പാറ, മണ്ണാർക്കാട് അങ്ങനെയുള്ള പ്രദേശങ്ങൾ. ഈ മുഞ്ചക്കണ്ണി അധികാരി അങ്ങനെ കാരാകുർശി അത് അയാളൊക്കെ ഒരുപാട് കാലം ശേഷമാണ്. ആദ്യഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു. അന്ന് പ്രധാനമായും കൃഷി മാത്രമായിരുന്നു ജീവിതമാർഗം. തികച്ചും ഇന്നത്തെ നിന്നും വ്യത്യസ്തമായി ഉള്ള ഒരു പിന്നെ ജീവിതമായിരുന്നു. അതായത് ഇന്ന് ഓടുന്ന മാതിരി പൈസക്കോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങളോ അല്ലാതെ ആകെ ഈ ഒരൊറ്റ കാര്യത്തിന് മാത്രമായിരുന്നു അന്ന് ജനത്തിന് വേണ്ടത് ഭക്ഷണവും പിന്നെ കിടക്കാനുള്ള സൗകര്യം, അല്ലാതെ വേറൊന്നും അന്നില്ല. ഇന്ന് സ്ഥിതി മാറിയിട്ടാണ്. ഇന്ന് ഭക്ഷണം ഒരു വിഷയമല്ല ഇന്നത്തെ കാലത്ത്. അപ്പൊ അന്നത്തെ കാലത്ത് ഈ നെല്ലിങ്ങനെ ഉണക്കി നെല്ലുണക്കി അതിൻ്റെ പിന്നെ വേവിച്ച് കുത്തി അരി ഉപയോഗിച്ച് ആയിരുന്നു ഭക്ഷണം. ആളുകൾ ചന്തയിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. അരിയൊന്നും ചന്തയിലൊന്നും അങ്ങനെ കൊടുക്കില്ല. ചന്തയിൽ കൊണ്ടുവരുന്ന പണ്ടൊക്കെ ഇന്നൊക്കെ പച്ചക്കറി നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കണം. എന്നാൽ അന്ന് ആഹാരത്തിന് വേണ്ട, അതായത് വീട്ടിലേക്ക് വേണ്ട പച്ചക്കറി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഈ പുഴയുടെ കരയ്ക്കും അതേമാതിരി മറ്റു ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലും
പച്ചക്കറികൾ പിന്നെ ഉണ്ടാക്കി അത് എടുത്ത്. ഈ പച്ചക്കറിയൊക്കെ സംബന്ധിച്ചോളം എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊന്നും പച്ചക്കറി ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടിയിരുന്നില്ല. ഇല്ല. പിന്നെ ഈ ചന്തയിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എപ്പോഴെങ്കിലും പോയിട്ട് ഒരു പ്രശസ്തമായ സ്ഥലം എന്ന് പറഞ്ഞാൽ തച്ചമ്പാറയെ സംബന്ധിച്ചോളം തച്ചമ്പാറ ചന്ത വളരെ ഫേമസ് ആയിരുന്നു. അത് ഏത് കാലഘട്ടത്തിലാണ് വന്നിട്ടുണ്ടാവുക? അത് ഏകദേശം 77, 75, 65 മുതൽക്കുണ്ടാവും തുടങ്ങിയിട്ടുണ്ടാവും. ഞാനൊക്കെ വരുമ്പോഴേക്ക് ചന്ത കഴിയാറായി. അത് നമുക്കൊക്കെ ബുദ്ധി വെച്ച് ഇത് ആൾക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിൽക്കുന്നു അല്ലേ? ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൊണ്ട് വിൽക്കുകയും അതിന് പകരം മറ്റേ അവിടെ നിന്നുള്ള സാധനങ്ങൾ എല്ലാം അത് മറ്റു സാധനങ്ങൾ ഉപയോഗിക്കാനുള്ള വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ മറിച്ച് വാങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥയിലായിരുന്നു. ഇന്ന് ഇപ്പോൾ പിന്നെ ഒരു കൾച്ചറേ മാറി. എന്നുവെച്ചാൽ വീട്ടിലെ കുടുംബത്തിനും അല്ലെങ്കിൽ ആരും ഒരു പണിയും ചെയ്യില്ല, നമ്മൾ ഉപഭോക്ത പിന്നെ സംസ്ഥാനമായി മാറി. അതിൻ്റെ ദോഷം നമ്മൾ ആരോഗ്യപരമായി അനുഭവിക്കുന്നുണ്ട്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ വരുന്നത് വളരെ കുറവായിരുന്നു. അഥവാ വന്നാൽ തന്നെ അതൊക്കെ നാടൻ വൈദ്യം കൊണ്ട് മാറുന്ന അവസ്ഥയായിരുന്നു. ഇനി അന്നത്തെ കാലത്തെ കൃഷി രീതിയെ കുറിച്ച് പറഞ്ഞു. നമ്മള് ഇപ്പോ മണ്ണാർക്കാട് അങ്ങോട്ടൊക്കെ പോകേണ്ട ആവശ്യം വന്നാല് നടന്നു പോകണം. അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മുടെ ചൂരിയോട് പുഴ. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നിലവിൽ പാലം പൊളിഞ്ഞുപോയി. ഇത് മഴക്കാലത്ത് പൊളിഞ്ഞാണോ? മഴക്കാലത്ത് അങ്ങനെ പോയിട്ട് ഈ ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഈ മണ്ണാർക്കാട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഈ തോണിയിലൊക്കെ കടത്ത് തോണിയിലൊക്കെ യാത്ര ചെയ്ത ഒരു ഓർമ്മ അങ്ങനെ ഉണ്ട്. അക്കരെ. അതിനുശേഷം പുതിയ പാലം കെട്ടി. ഒരുപാട് വർഷം കിടന്നു അങ്ങനെ? ഇല്ല, ഒരു ചെറുപ്പത്തിൽ ആലോചിക്കുകയാണെങ്കിൽ 1 വർഷമൊക്കെ കഴിയുണ്ടാവും. ആ പാലം ഇപ്പോഴുള്ള പാലത്തിന്റെ നേരെ താഴെയായിരുന്നു. ആ പള്ളിയുടെ അധികം റോഡ് ഇങ്ങനെ കയറി. അങ്ങനെയായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറി സ്ട്രൈറ്റ് ആയില്ലേ. പിന്നെ തച്ചമ്പാറയെ സംബന്ധിച്ചോളം തച്ചമ്പാറ ദീനബന്ധു ഹോസ്പിറ്റൽ, മറ്റേ ദേശബന്ധു ഹൈസ്കൂള്, ഇതൊക്കെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു പിന്നെ പ്രദേശമാണ്. മറ്റ് ഒരുപാട് പിന്നെ വിദ്യാർത്ഥികൾ വളരെ നല്ല രീതിയിൽ ദേശബന്ധു ഹൈസ്കൂളിൽ പഠിച്ച് ഇന്ന് ജീവിതം കഴിക്കുന്നുണ്ട്.